അപ്പോൾ റെഡിയല്ലേ? പോവല്ലേ? കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നേരെ വയനാടേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ലോങ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ പുതിയ ഒരു വണ്ടീനെ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും വായോ, പറയി കയറിക്കോ, മല കയറാം നമുക്ക്. ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ ഒരു ഫാമിലിയാണിത്. നമ്മളുടെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നമ്മുടെ ഫാമിലി അംഗങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി അംഗത്തിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. നമ്മുടെ കണ്ണൂർ കണ്ണപുരം സ്വദേശിയായിട്ടുള്ള മിഥുൻ എന്ന് പറയുന്ന വർഷങ്ങളായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ആളാണ്. അപ്പം മിഥുൻ ബ്രോയുടെ കുട്ടി പ്രസവ സമയത്ത് കൈയുടെ ഞരമ്പ് പൊട്ടി ഒരു ഭാഗം തളർന്ന അവസ്ഥയിലാണുള്ളത്. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞ് എത്രയും പെട്ടെന്ന് അതിനൊരു സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. അതായത് അദ്ദേഹം ഒരു പെയിൻറ്റിങ് തൊഴിലാളിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന അധികം ആൾക്കാരും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ആ ഒരു വലിയ എമൗണ്ട് താങ്ങാൻ സാധിക്കില്ല. എന്നപ്പോൾ അദ്ദേഹം നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നു. നമ്മുടെ ഫാമിലിയുടെ എന്തെങ്കിലും രീതിയിലുള്ളൊരു സഹായം കിട്ടുമോ എന്ന് അന്വേഷിച്ച് ഈ ഒരു സമയത്തല്ല നമ്മൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കേണ്ടത്. ഞാൻ അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ, ഗൂഗിൾ പേ അക്കൗണ്ട് നമ്പർ, കാര്യങ്ങളൊക്കെ അത് സ്ക്രീനോട് ചേർത്തും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫാമിലിയെ കൊണ്ട് പറ്റുന്ന, നമ്മുടെ ഫാമിലി ഒരു അംഗമാണ്. അപ്പോൾ പറ്റുന്ന ഒരു സഹായം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുട്ടിക്കും എത്തിക്കാൻ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കിയാലോ. ഫ്രണ്ട്സ്, കോഴിക്കോട് കിടക്കുന്ന ഞാൻ വണ്ടിക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഈ താമരശ്ശേരി ചുരം കയറി വയനാട്ടിലോട്ട് എന്തിനാ വരുന്നതെന്നുള്ള ഒരു സംശയം ഉണ്ടാകും നിങ്ങൾക്ക്. സംശയമൊന്നും വേണ്ട. അതിനുള്ള ഒരേ ഒരു കാരണം നമ്മളുടെ ഫൈസൽ ബ്രോയാണ്. ഫൈസൽ ബ്രോയിന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മളുടെ കൂടെ സൈക്കിൾ റൈഡിന് കേരളത്തിൽ നിന്നും സിംഗപ്പൂർ വരെ സൈക്കിൾ റൈഡ്, സാധാ സൈക്കിൾ ഓടിച്ചു പോയ ഫൈസൽ ബ്രോ. അതുകൂടാതെ നമ്മളുടെ കൂടെ നേപ്പാളിലും തായ്ലൻഡിലും കംബോഡിയയിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ ഫൈസൽ ബ്രോയ്ക്ക് ഒരു ഷോപ്പുണ്ട് കേട്ടോ ഇവിടെ, ഈ ബൈക്ക് ആക്സസറീസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ലോങ് റൈഡിനൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. അപ്പോൾ ഫൈസൽ ബ്രോ ഇപ്പം നാട്ടിലില്ല, പുള്ളിക്കാരൻ ഇപ്പോൾ ട്രിവാൻഡ്രമുള്ള, പക്ഷേ ഷോപ്പ് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ടേക്കാണ് വെച്ച് പിടിക്കുന്നത് കേട്ടോ. കോഴിക്കോട് നിന്നുള്ള ചുരം അങ്ങ് കയറിയപ്പോഴത്തേക്കും ശരിക്കും കാലാവസ്ഥ മൊത്തത്തിലങ്ങ് മാറിയേ. നല്ല ഒരു തണുപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വെറുതെ അല്ല കോഴിക്കോടുകാർക്ക് ഒരു അവധി കിട്ടുമ്പോൾ ഓടി വയനാട്ടിലോട്ട് വരുന്നത്. 2023 ആറോളം വരെ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ എണ്ണം 9 ആയിരിക്കുന്നു. രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് ചികിത്സയിൽ കഴിയവെയാണ് രക്തസാക്ഷിത്വം മരിച്ചത്. കവിതയുടെ ഭൗതിക കൽപ്പറ്റ എത്തി നേരെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ. ഇവിടം വരെ വരുമ്പോൾ നമ്മൾ ഒരാളെ കാണാതെ പോകാൻ പറ്റില്ല. ഇതിനു മുമ്പ് ആള് പാലക്കാടായിരുന്നുണ്ടായിരുന്നത്. ഇപ്പൊ ഇതാ വീണ്ടും വയനാട് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, നമ്മളുടെ പിന്നെ കത്തി നിൽക്കുവാണല്ലോ, കത്തി നിൽക്കുകയാണ്. കുറച്ച് പുലിയുടെ ഒക്കെ പുറകെ ഓട്ടത്തിലായിരുന്നു. അത് ഓക്കെ. അപ്പൊ ഞാൻ വന്നു രാവിലെ തന്നെ വലിയൊരു ബിഗ് ബ്രേക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുവാണ്. ഓട്ടോ ആണ് ഇനിയിപ്പം. ഇന്ന് എന്തായാലും ഞാൻ ജസ്റ്റ് സുർജിതേട്ടൻ ഇവിടെ കുറച്ച് എത്ര വർഷമായി ഇപ്പൊ ഇവിടെ ഒരു 7 മാസമായിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഉണ്ടെന്ന് ഞാൻ നേരത്തെ വിളിച്ച് കൺഫേം ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഇപ്പം സുർജിതേട്ടനെ കണ്ടപ്പോൾ ഇനിയിപ്പോൾ സുർജിതേട്ടൻ്റെ കൂടെ ഞാൻ ഇങ്ങോട്ട് കയറുകയാണ്. ഇനി വായോ നിങ്ങളും, എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ഇപ്പം നാട്ടിൽ നിന്ന് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികം നാളാവുമല്ലോ തിരിച്ചെത്താൻ വേണ്ടിയിട്ട്. എന്നാലും ഇപ്പം കുറച്ച് ആൾക്കാരൊക്കെ കാണാനുണ്ട്. അവരും കൂടി കണ്ടു തീർത്തിട്ട് വേണം നാട്ടിൽ നിന്ന് ബൈ പറഞ്ഞ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടിയുടെ ഫിറ്റിംഗ് അത് നമുക്ക് സുൽത്താൻ ബത്തേരി ആണ് പോകേണ്ടത്. കൽപ്പറ്റ ഉണ്ട് നമ്മളുടെ ഫൈസൽ ബ്രോയ്ക്ക് ഒരു ബ്രാഞ്ച്. പക്ഷേ എനിക്ക് സുൽത്താൻ ബത്തേരി ചെല്ലാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാനത് നോക്കിയിട്ട് നമുക്ക് പ്ലാനാക്കാം. സുർജിത്തേട്ടാ അടുത്ത് എങ്ങോട്ടാ പോകുന്നത്? പ്രസ് ക്ലബ്ബ്. ഈ പ്രസ് ക്ലബ്ബിൽ ശരിക്കും എന്തിനാ പോകുന്നത്? പ്രസ് മീറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ പ്രസ് മീറ്റ് നടക്കുന്നുണ്ട് പ്രസ് ക്ലബ്ബിൽ. പ്രസ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ KWJ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പത്രപ്രവർത്തക യൂണിയൻ ഉണ്ട്, സംഘടനയുടെ ആസ്ഥാനമാണ് പ്രസ് ക്ലബ്ബായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു സ്പേസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ സാധാരണക്കാർക്ക് പ്രസ് ക്ലബ്ബിൽ പോകാൻ പറ്റുമോ? അവിടെയാണ് അവരുടെ വാർത്താ സമ്മേളനങ്ങൾക്ക് സാധാരണക്കാർക്ക് വിളിക്കാവുന്ന ഇടം, സ്പേസ് ആണ് പ്രസ് ക്ലബ്ബ്. അവിടെ എല്ലാ ജില്ലകളിലും ഇങ്ങനെ പ്രസ് ക്ലബ്ബുകളുണ്ട്. ഇങ്ങനെ ഇതുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഇമ്പോർട്ടന്റ് കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പേഴ്സണലായിട്ട് ഇപ്പോൾ സാധാരണക്കാരന് അങ്ങനെ പറയാൻ വല്ല ഓപ്ഷനും ഉണ്ടോ അവിടെ? നമുക്ക് വിളിച്ചു കൂട്ടാൻ പറ്റുമോ? വിളിക്കാൻ പറ്റും. അവിടെ ഒരു ഓഫീസ് സെക്രട്ടറി ഉണ്ടാവും. അവിടെ സംവിധാനം ഉണ്ട്. അതിനകത്ത് ആ സംവിധാനത്തിൽ അവരെ വിളിച്ച് ബന്ധപ്പെട്ട് പ്രസ് മീറ്റ് ബുക്ക് ചെയ്ത് പിന്നെ നടത്താൻ പറ്റും. എന്താണെന്നുള്ളത് അതിൻ്റെ ഒരു സംഗതി എന്താണെന്നുള്ളത് അവതരിപ്പിക്കാൻ പറ്റും. എല്ലാവരും ഒരു 11 മണി നേരത്താവും. ഓൾമോസ്റ്റ് എല്ലാ ക്ലബ്ബിലും ഒരു 11 മണിക്ക് ശേഷമാണ് പ്രസ് മീറ്റ് നടക്കുക. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത് നമ്മൾ. കേട്ടോ, അങ്ങനെ ഒരു
ഇൻഫർമേഷൻ കൂടി ഉണ്ട്. ഇന്നിനിപ്പോൾ നമുക്ക് വാർത്തേനെ പറ്റി വീണ്ടും ഞാൻ അന്ന് ഡേ വിത്ത് നമ്മളുടെ 24 ടീമിൻ്റെ കൂടെ നമ്മളന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതല്ല, എന്നാലും നമുക്ക് പോവാം. പ്രസ് ക്ലബ് എത്തിയില്ലേ? ഓക്കെ, ഇത് പ്രകാശ് ചേട്ടാ. നാട് എവിടെയാന്ന് പറഞ്ഞത്? മണ്ണാർക്കാട്. ക്യാമറയ്ക്ക് പുറകിൽ പ്രകാശേട്ടനാണ് കേട്ടോ ഉള്ളത്. കടുവയുടെ പുറകെയും പുലിയുടെ സിംഹത്തിന്റെ ഒക്കെ പുറകെ പോകുമ്പോൾ ക്യാമറ ആയിട്ട് പോകുന്ന ഇനി ഒരാളൂടെ ഉണ്ടല്ലേ? ആ ഓക്കെ, ഇന്ന് ലീവാണ്. പ്രസ് ക്ലബിൻ്റെ ഉൾഭാഗം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ അവരുടെ യൂഷ്വൽ ഡെയിലി വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ലൈവ് പോകുന്നു, ഇടയ്ക്കിടയ്ക്ക് ലൈവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ എന്തെങ്കിലും ന്യൂസൊക്കെ ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരം ഇപ്പോൾ അതിൻ്റെ പുറകെയൊക്കെ ഓട്ടവും കാര്യങ്ങളൊക്കെ. ഇനി അങ്ങോട്ട് ഉണ്ടല്ലോ നേരെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശരിക്കും ഭയങ്കര. ഞാൻ കഴിഞ്ഞ തവണ നമ്മളുടെ ആ ഒരു വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോ. ഡേ വിത്ത് 24 റിപ്പോർട്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പത്രപ്രവർത്തകരുടെ ഒരു ദിവസം എങ്ങനെയാണ് അവരുടെ ലൈവ് പ്രോസസ്സ്, അവരെ ഓരോ സ്റ്റോറികൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും വീണ്ടും ആ ഓർമ്മകളൊക്കെ ഇപ്പം ശരിക്കും ന്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇപ്പോൾ ഒരു റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈവാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നോർമലി ലൈവ് ഓൾറെഡി എയറിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു മെഷീൻ ഇതാണ് ആ ഒരു മെഷീന്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരുപാട് കമ്പനികളുടെ സിമ്മ് കാര്യങ്ങളൊക്കെ ഇട്ടത് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ക്യാമറ ഇവിടെയുണ്ട്, അതാ സുജിതേട്ടൻ അവിടെയുണ്ട്. അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യും. അത് ലൈവായിട്ട് ഓൺ എയറിൽ പോകും. അതാണ് നമ്മൾ ഓരോ റിപ്പോർട്ടർ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണുന്നത്. ജസ്റ്റ് ഇപ്പോൾ ലൈവ് പോകുന്ന സമയത്ത് ഞാൻ യൂട്യൂബിൽ എങ്ങനെയാണത് വരുന്നതെന്നുള്ളത് കാണിച്ചു തരാവേ. തന്നെയാണോ കവിത ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം എത്തുന്നുണ്ടോ? നവംബറിലുണ്ടായ ഏറ്റുമുട്ടലിനെ കുറിച്ച് അത് ആ ദിവസങ്ങളിലുണ്ടായ ആശങ്കകളെല്ലാം നമ്മൾ കണ്ടതാണ്. വീണ്ടും അത്തരത്തിൽ ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു സംഘട്ടനം അതിലേക്കാണോ നിലനിന്നിരുന്നു. അത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ ഉള്ള പോസ്റ്ററുകളാണ് തിരുനെല്ലിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തിരുനെല്ലി കോളനിയിലാണ് ഇത്തരത്തിൽ 6ഓളം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഇതിന് പിന്നാലെ തന്നെ ഒരു കത്തും ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ എല്ലാം എന്താ ലൈവ് കാര്യങ്ങളൊക്കെ ഓരോ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ 24-ൻ്റെത് ഇങ്ങനെയാണ് കേട്ടോ ഇവരുടെ എല്ലാവരുടെയും ഒരു ലൈഫ്. ഇവരെല്ലാവരും ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിലുള്ള ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവർ അടുത്തടുത്ത് തന്നെ ഉണ്ടാവും. ഓരോ ആൾക്കാർ ഓരോ സൈഡ് ആംഗിൾ പിടിച്ച് മാറി ലൈവ്. ഇന്നിപ്പോൾ ന്യൂസ് പോവുകയാണെങ്കിൽ ന്യൂസിൽ ഇപ്പോൾ അവരുടെ ലൈവ് കയറുന്നതാണ്. അവിടെ റിപ്പോർട്ടറിൻ്റെയാണ്. ഇപ്പോൾ ഇത് മനോരമയുടെയാണ്. അതുകൂടാതെ ഏഷ്യാനെറ്റിൻ്റെ ഇപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് പോയിട്ടുള്ളവർ ഇപ്പോൾ ഓടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. കുറേ ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ എത്രയോ പൈസകളൊക്കെ അവർ കിട്ടി. അവരിനെ ആ പൈസയ്ക്ക് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ആ പോസ്റ്റിൻ്റെ അടിയിൽ തന്നെ അവരുടെ ഫോൺ. വർക്കിനിടയിൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ജസ്റ്റ് ഈവനിങ് സൺസെറ്റ് കാണാനായിട്ട് ഞങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാവരും രണ്ടുപേരെ വേറെ കിട്ടിയിട്ടുണ്ട്. ബ്രോ ഒന്ന് പറയാം. തസ്ലീം പുന്നക്കാട്, ജയ്ഹിന്ദ് ടിവിന്റെ വയനാട് റിപ്പോർട്ടർ. ഓക്കെ, ജിൻസ് ന്യൂസ് 18 റിപ്പോർട്ടർ. അപ്പോൾ നമ്മൾ റിപ്പോർട്ടർമാരല്ല, ഞാൻ നമ്മളുടെ സ്വന്തം ചാനലിന്റെ റിപ്പോർട്ടർ കേട്ടോ. നേരെ സുർജിത്താട്ടിനെപ്പോൾ അടുത്തെങ്ങടാ? അല്ല, ജസ്റ്റ് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, നമുക്ക് ചെറുത് ഷൂട്ട് ചെയ്യാനുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പോവാണ്, ഷൂട്ട് ചെയ്തെടുക്കാനുണ്ട്. ഒരു ജസ്റ്റ് ഒരു കൽപ്പന ടൗണിൽ തന്നെ. ഓക്കെ. അപ്പം നിങ്ങൾ കണ്ടില്ല എത്രമാത്രം തിരക്ക് പിടിച്ച ഒരു ദിവസം ഇന്ന് കഴിഞ്ഞിട്ടില്ല. 24 മണിക്കൂറാണ്. നിങ്ങൾക്ക് ശരിക്കും മുറക്കമൊക്കെ വരെയൊക്കെ ഉണ്ടാവോ? കുഴപ്പമില്ലാണ്ടൊക്കെ. ഉറക്കം കറക്റ്റ് ഏതാ സ്ഥലത്ത് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. സുർജിത്താട്ടിന്റെ കേസിൽ ഒരു സിനിമയ്ക്കൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ? കഴിഞ്ഞ ദിവസം ഒരു സിനിമ കാണാൻ പോയിരുന്നു. സിനിമന്റെ പേര് ചേട്ടാ, നമ്മള് മറ്റേ ഈ ബേസിൽ അഭിനയിച്ച സിനിമ ഫാലിമി ഓറ സിനിമ കാണാൻ പോയി. ഞാനും പ്രകാശേട്ടനും കൂട്ടാ പോയത്. സിനിമയ്ക്ക് പോയി അന്ന് രാത്രി ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായി. ഒരു അനസ്തേഷ്യ മാറിയിട്ടൊരു വിഷയം ഉണ്ടായിരുന്നു. ഓടി ചാടി അവിടുന്ന് ആ ക്ലൈമാക്സിലേക്ക് പോവായിരുന്ന സിനിമ. അതെ, സസ്പെൻസ് ആയിരുന്നു. അത് വാരണാസിയിലേക്ക് ഒരു യാത്രയായിരുന്നു അവരുടെ. അത് അടിപൊളി സമയമായിരുന്നു. ആ സമയത്ത് നമ്മള് അവിടുന്ന് ചാടി ഇറങ്ങി പ്രകാശേട്ടനെ വിളിച്ച് ഓടി ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു പെട്ടെന്ന്. അപ്പൊ അങ്ങനത്തെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഈ മീഡിയ എന്നുള്ള സംഗതി അങ്ങനെയാണ്. നമ്മൾ 24 മണിക്കൂറും അലേർട്ടായിട്ടിരിക്കണം. ഏത് സമയത്തും ഫോണിൽ ആരെങ്കിലും വിളിക്കും. ഇന്നലെ രാത്രി പോലും 1 മണിക്കാണ് ഒരാൾ വിളിച്ചത്, ഒരു വാർത്തയായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം സംസാരിക്കാൻ വേണ്ടി. അതൊക്കെ ആ സമയത്ത് തന്നെ അറ്റൻഡ് ചെയ്ത് വിടേണ്ട അവസ്ഥ ഉണ്ട്. അതങ്ങനെയാണ്. അത് ഞാൻ മാത്രമല്ല, അത് മൊത്തം വിഷ്വൽ മീഡിയ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഈ ഫീൽഡിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ അലേർട്ടായിട്ടിരിക്കണം. വാർത്ത എന്നുള്ളത് ചുറ്റുവട്ടം സംഭവിക്കുന്നതാണല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അലേർട്ടായിട്ട് അത് അങ്ങോട്ട് പോകണം. അല്ലെങ്കിൽ പോകണം, വിളിച്ച് ഫോൺ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ സമയങ്ങളില്ല, ഇടവേളകളില്ല, വാർത്തകൾക്ക് ഇടവേളകളില്ല എന്നുള്ളത് തന്നെയാണ്.
മയിലാടിപ്പാറ കേട്ടോ. ഈ കാണുന്നത് ജെയിൻ ടെമ്പിളാണ്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും കൽപ്പറ്റ ടൗൺ ഒരു നല്ലൊരു വ്യൂ കാണാൻ പറ്റും. അതുകൂടാതെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആ ഒരു സൺസെറ്റില്ലേ, സൺസെറ്റ് ഭയങ്കര ഭംഗിയാണ്. അതുകൂടാതെ ഇതിൻ്റെ പൊക്കത്തിൽ തന്നെ ഇതുണ്ട് ഒരു വറ്റാത്തൊരു കുളമൊക്കെ ഉണ്ട്. ഇപ്പം വെള്ളം കുറച്ച് കുറഞ്ഞിട്ടാണുള്ളത്. അതും കൂടി നല്ല രീതിയിൽ വെള്ളം കൂടി ഉണ്ടാകുമ്പോൾ ഈ ഒരു ഒറ്റ 2 മരവും ഈ പാറയുടെ സെൻറ്ററിൽ മരം അതൊക്കെ ആയിട്ട് ഭയങ്കര രസമുള്ള സ്ഥലം കേട്ടോ. പെട്ടെന്ന് നമുക്ക് അടുത്ത കോള് വന്നു. ലൈവിനുള്ള ഇത് കോള് പോരും. പതിക്കും പെട്ടെന്ന് തന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. അതിനുശേഷം ലൈവ് കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ടി വിയിൽ ലൈവ് കാണാൻ പറ്റും കേട്ടോ. തീർച്ചയായും ഗോകുൽ, ഈ തലപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്തുണ്ടായ ചപ്പാരം കോളനിയിലെ ഏറ്റുമുട്ടലിനെ തുടർന്നാണ് മാവോയിസ്റ്റുകൾക്കെതിരായ അന്വേഷണം പോലീസ് ശക്തമായ രീതിയിൽ നടത്തിയത്. പ്രത്യേകിച്ച് സ്ഥലത്തിലായിരുന്നു. പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഇവരുടെ ക്യാമ്പ് കണ്ടെത്തുകയും പോലീസിന്റെ നേതൃത്വത്തിൽ അത് പിടികൂടാൻ ശ്രമം നടത്തുകയും ചെയ്തത്. ഇതിന്റെ ഭാഗമായാണ് അയ്യങ്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് വെടിവെപ്പ് ഉണ്ടാവുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റുണ്ടെന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പുറത്ത് വരികയും ചെയ്തത്. എന്നാൽ ഇക്കാര്യത്തിൽ പൂർണ്ണമായ സ്ഥിതി നമ്മുടെ വൈകുന്നേരത്തെ ലൈവിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയിപ്പം അടുത്ത സെറ്റ് ഓഫ് മാധ്യമ പ്രവർത്തകർ, മാതൃഭൂമി, മാധ്യമം, മുസ്തഫയ്ക്ക് ഏതായിരുന്നു? ജനയുഗ, ചന്ദ്രിക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ആൾക്കാരുടെ കൂടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ നൈറ്റ് ലൈഫ്, വയനാടിൻ്റെ നൈറ്റ് ലൈഫ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇനിയിപ്പോൾ ഒന്ന് പറ്റിയ സമയം നമുക്ക് പെർമിഷനൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്കൊന്ന് കാട്ടിലൊക്കെ കയറാം. അതിന് മുമ്പായിട്ടുണ്ടല്ലോ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത്. ഇവിടെ കണ്ടോ നിങ്ങൾ കുട്ടിപ്പത്തിരി, അങ്ങനെയല്ലേ ഇതിന് പറയുന്നത്? കുഞ്ഞിപ്പത്തിരി. കുഞ്ഞിപ്പത്തിരി എന്നാട്ടോ ഇതിന് പറയുന്നത്. ചെറിയ ചെറിയ പത്തിരി ടൈപ്പ് സാധനം ആവിയിൽ വെച്ചെടുക്കുന്നതാണ്. അപ്പോൾ അത് ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് കേട്ടോ. അതും മീനുണ്ട്, ബീഫുണ്ട്, ചിക്കനുണ്ട്, എന്ത് വേണമെങ്കിൽ നമുക്ക് കൂട്ടി കഴിക്കാം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് സുർജിത്തേട്ട പറ്റുവാണെങ്കിൽ നമ്മളിന്ന് ആനനെ കാണൂലേ? ബാക്കിയുണ്ടോ നമ്മളിന്ന് ആനനെ കാണാൻ കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ, നേരെ പതുക്കെ ഇവിടുത്തെ ഒരു ഫോറസ്റ്റിന്റെ ഒരു ഏരിയ വരെ ഒന്ന് ജസ്റ്റ് കയറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. ഇത് ഏത് ഫോറസ്റ്റ് റൂട്ടാ സുജിത്തേട്ടാ? ഓക്കെ, ആ റൂട്ടിലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറുകയാണ്. ഇന്നലെ ഇവർ പോയപ്പോൾ ആനേനൊക്കെ കണ്ടു എന്നാണ് പറഞ്ഞത്. ഇന്ന് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനേനും കാണാം, പുലിനും കാണാം, കടുവയും കാണാം. വന്യജീവികൾ യഥേഷ്ടം വിലസുന്ന ഒരു കാട്ടിലൂടെയുള്ള യാത്ര എന്ന് പറയുമ്പോഴത്തേക്കും വളരെ എക്സൈറ്റഡ് ആണ്. അത് രാത്രിയിൽ കൂടി ആകുമ്പോഴത്തേക്കും ചെറിയൊരു ഭീകരത കൂടി അതിൻ്റെ അകത്തേക്ക് കടന്നു വന്ന് പ്രത്യേകമായിട്ടുള്ളൊരു അനുഭവമാണ് കേട്ടോ നമുക്ക് തരുന്നത്. നമ്മൾ കാട്ടിലോട്ട് കയറിയപാടെ തന്നെ പുള്ളിമാനുകളെയൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കടുവകൾക്കും പുലികൾക്കും പേര് കേട്ട നമ്മുടെ ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ അവയൊന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിലും അന്ന് ഭാഗ്യം നമ്മളുടെ കൂടെ ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ ഇന്ന് ആ ഒരു ഭാഗ്യം നമ്മളെ തേടി മുൻപിലുണ്ടായിരുന്നേ. റോഡിനോട് ചേർന്ന് പുല്ലുകൾക്കിടയിൽ മറിഞ്ഞ് റോഡിലൂടെ പോകുന്ന വണ്ടിയും മറ്റും നിരീക്ഷിച്ച് കിടന്നിരുന്ന ഒരു കുഞ്ഞു പുലിയാണ് കേട്ടോ നമ്മൾ കണ്ടത്. അതിൻ്റെ അമ്മ ഇതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ അധിക നേരം അവിടെ നിന്നില്ല. പുലി പതുക്കെ കാട്ടിലേക്ക് മറിയുന്ന നോക്കിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ച് കാടിറങ്ങാനുള്ള ശ്രമമാണ് നടത്തിയത്. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്നലെ പുലീനെയൊക്കെ കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ കുറച്ചധികം ലേറ്റായി എത്താൻ വേണ്ടിയിട്ട് വീണ്ടും ബാക്ക് ടു ആക്ഷൻ. അവർ രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് വിത്ത് എസ്കെയിൻ ഇത് ഇല്ലേ, അപ്പോൾ ഇവിടെ തന്നെ ഇന്ന് ഒരു പുലി വന്നിട്ട് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഏതോ ഒരു സ്ഥലത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ലൈവ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ അത് കൊടുക്കുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ ഇന്നത്തെ ഓട്ടം ആ ഒരു പുലിയുടെ പുറകെ ആയിരിക്കും ഇവർ. എന്താ പറയുക, ഇവരുടെ ഒരു ലൈഫ് ഇങ്ങനെയാണ്. നമ്മൾ ശരിക്കും എന്തിനാ വന്ന വണ്ടി മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേങ്കിൽ ഓരോ ദിവസത്തെ യാത്രകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കും. എന്തായാലും ഞാനിതാ നമ്മളുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ നേരെ എടുത്തിട്ട് നമ്മളുടെ ഫൈസൽ ബ്രോയുടെ അടുത്തേക്ക് പോകുന്നു. നമ്മൾക്ക് ഇനിയിപ്പം വണ്ടിയുടെ മോഡിഫിക്കേഷൻ കാര്യങ്ങൾ, ദൂരെ യാത്രയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇനിയിപ്പം അടുത്ത എപ്പിസോഡിൽ വണ്ടി മുഴുവൻ എങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്നുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ. സാധാരണഗതിയിൽ ഇടയ്ക്കിടെ ഈ വന്യമൃഗ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന മേഖലയാണ്. ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയെല്ലാം നിലനിൽക്കുന്ന